നിയമം വന്നതിന് ശേഷം പലതരത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ഈ കൂടുതൽ BJP കൗൺസിലർമാർ പാർട്ടിയിലേക്ക് കോൺഗ്രസിലേക്ക് വരാൻ പോകുന്ന വാർത്തകളുണ്ട്. അതിന്റെ അടിസ്ഥാനം അങ്ങനെയല്ല. ഞാൻ എൻ്റെ നിലപാട് ആ വിഷയത്തിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞു. നമ്മളൊരു എന്താ പറയുക, ഈ ഓപ്പറേഷൻ കമല മോഡൽ ഐറ്റംസിനൊന്നും നമ്മളില്ല. അങ്ങനെ ജനാധിപത്യത്തെ നമ്മൾ ആളുകൾക്ക് സമ്മർദ്ദവും പ്രതിഫലവും കൊടുത്തിട്ട് പിന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാകാനില്ല. പക്ഷേ ആ വിഷയങ്ങൾക്കകത്ത് ഇപ്പോൾ താങ്കളുടെ സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ RSSൻ്റെ സർസംഘചാലക് പോലും നിലപാട് തിരുത്തിയാൽ ആദ്യം സംസാരിക്കാൻ പോകേണ്ടത് കോൺഗ്രസ് ആയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പം RSS സർസംഘചാലകിൻ്റെ വിഷയത്തിൽ പോലും ആ നിലപാടാണെങ്കിൽ കൗൺസിലർമാരുടെ വിഷയത്തിൽ അതേ നിലപാട് തന്നെ ആയിരിക്കുമല്ലോ. ഇല്ല, അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അപ്പുറത്തൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, വലിയ കലാപങ്ങളും കലഹങ്ങളും നടക്കുകയല്ലേ. ഒരുപാട് മനുഷ്യന്മാർ ഇപ്പോൾ അവരുടെ നയങ്ങൾ ശരിയല്ല എന്ന തിരിച്ചറിവുണ്ടാകുന്ന കാലമാണ്. ആ തിരിച്ചറിവുമായിട്ട് ബന്ധപ്പെട്ട് ആരും വന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്യും. അങ്ങനെയല്ല. ഇപ്പോൾ കോൺഗ്രസ് രാജ്യത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ രൂപമാണ്. ഇപ്പം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയത് മാത്രമല്ല, ഇപ്പം കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു വലിയ പ്രത്യയശാസ്ത്രമാണല്ലോ. അതിൽ നിന്ന് ഇപ്പോൾ എത്രയോ പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ്സിൽ നിന്ന് പോയി എത്രയോ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായി കോൺഗ്രസ് ആണല്ലോ, അല്ലേ? ഇപ്പം മഹാരാഷ്ട്രയിൽ NCP നാഷണൽ കോൺഗ്രസ് പാർട്ടി, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിൽ നിന്ന് പാർട്ടികൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് കാരണം രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ പിന്നീടുണ്ടാകുന്ന രൂപാന്തരങ്ങളിൽ കൂടുതൽ നഷ്ടം ഉണ്ടാവുക കോൺഗ്രസ്സിനാണ്. പക്ഷേ പാലക്കാട് സാഹചര്യം വ്യത്യസ്തമായിരിക്കും. കോൺഗ്രസ്സിലേക്കുള്ള പല മേഖലയിലെ ഒഴുക്കുകൾക്കായിരിക്കും സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് ലീഡർഷിപ്പിനെ വിട്ടേക്കും. നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് പാറ്റേൺ നോക്കൂ. മറ്റ് പല പാർട്ടികളുടെയും ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഇത്തവണ മാറ്റി ചിന്തിച്ചിട്ടില്ലേ? അതൊരു റിഫ്ലക്ഷനാണ്, അതൊരു ഇൻഡിക്കേറ്ററാണ്. ആളുകൾ ഒരു പൊളിറ്റിക്കൽ മൂഡ് സ്വിങ്ങിന് തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. ആ ഉദാഹരണം സ്വാഭാവികമായിട്ട് അതിൻ്റെ നെക്സ്റ്റ് ലെയർ ലീഡർഷിപ്പിലേക്ക് ഉണ്ടാകും, അതിന് മുകളിലേക്ക് ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അത് BJPയിൽ മാത്രമായിട്ട് നിങ്ങൾ പരിമിതപ്പെടുത്തണ്ട. ശ്രീ സന്ദീപ് വാര്യരുടെ കടന്നുവരവ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൻ്റെ നമ്പറിൽ ലിമിറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. ഇതൊരു വലിയ ഫൈറ്റാണ്. വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു വലിയ നിലപാടെടുക്കുകയാണ്. ആ വർഗീയതയ്ക്കെതിരായിട്ട് നിലപാടെടുക്കുമ്പോൾ 18,840 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമല്ല നമുക്ക് ആവശ്യം. ആളുകളുടെ മനസ്സിലെ പ്രത്യയശാസ്ത്ര മാറ്റം കൂടിയാണ് ആ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ആളുകളെല്ലാം പഴയ നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ്, ആ ഷിഫ്റ്റിലെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററുകളിൽ ഒരാളാണ് ശ്രീ സന്ദീപ് വാര്യർ. ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്കൂ, കേരളത്തിലെ BJP നേതാക്കന്മാരിൽ അക്കാലഘട്ടത്തിൽ ഏറ്റവും ഫേസ് വാല്യൂ ഉള്ള നേതാക്കന്മാരിൽ ഒരാളല്ലേ സന്ദീപ് വാര്യർ, അല്ലേ? BJP സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഫേസ് വാല്യൂവിൻ്റെ കാര്യം പറയും, പദവിയുടെ കാര്യമല്ല. ഫേസ് വാല്യൂ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പുറത്തേക്ക് വരിക. ഇപ്പോൾ കേരളത്തിലെ ഏതൊരു പോയിന്റിൽ പോയാലും അറിയപ്പെടുന്ന ആളാണ് ശ്രീ സന്ദീപ് വാര്യർ. അദ്ദേഹത്തിന് അക്കാലഘട്ടത്തിൽ ഒരു നിലപാടിനോട് യോജിപ്പില്ല, പക്ഷെ അറിയപ്പെടുന്ന ഒരാളാണ്. ആ ഫേസ് വാല്യൂ ഉള്ള ഒരാൾ ഇപ്പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ചേഞ്ചിൻ്റെ ഇൻഡിക്കേറ്ററാണ്. അതപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ നമ്പറിനപ്പുറമുള്ളൊരു മാനം ശ്രീ സന്ദീപ് വാര്യരുടെ കടന്നവരോട് കൂടിയിട്ടുണ്ട്. ഈ നെൽകർഷകരുടെ വിഷയം കൂടുതൽ പാലക്കാട് സംഭരണം ഉൾപ്പെടെ വില വർധന അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് തന്നെ അത് ആവശ്യപ്പെടുമോ? തീർച്ചയായിട്ടും അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എന്നുള്ളതല്ല. ഞാൻ തെരഞ്ഞെടുപ്പിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പിൽ ഞാൻ ഏറ്റവും അധികം ദൈനംദിനം സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം പാലക്കാട്ടെ നെൽകർഷകൻ്റെ പ്രശ്നമാണ്. കാരണം അത് ഓരോ സ്ഥലങ്ങളിലും, ഇപ്പം നെൽകർഷകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ഗ്രാമം മാത്രം വന്നാൽ പോരാ. മുനിസിപ്പാലിറ്റിയിലുണ്ടല്ലോ നെൽകർഷകർ. പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഏതെങ്കിലും ഒരു തൊഴിലിൻ്റെ നമ്പറിനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, പ്രത്യക്ഷമായും പരോക്ഷമായും. ഭൂവുടമകളുണ്ട്, പാട്ടത്തിനെടുത്തവരുണ്ട്, വലിയ നമ്പർ തൊഴിലാളികളുണ്ട്. അപ്പം പാലക്കാട്ടെ ആകെ തൊഴിലുമായി വരുമാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് നെൽകൃഷി. അപ്പോൾ അത് കിട്ടുന്ന, ഞാൻ ഈ നെൽകർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞാൻ അവരോട് തന്നെ പറയും, നിങ്ങളുടെ ഡിമാൻഡ് തന്നെ ചെറുതാണ്. അവർ ഡിമാൻഡ് ചെയ്യുന്നത് 35 രൂപയാണ്. 35 രൂപ കൊണ്ട് ഒരു കാരണവശാലും നെൽകൃഷി ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഈ പണം കൃത്യമായി കിട്ടുന്നില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്,
3 മാസം 4 മാസത്തൊക്കെ ഗ്യാപ്പിലാണ് പണം കിട്ടുന്നത്, സംഭരിക്കപ്പെട്ട നെല്ലിൻ്റെ തന്നെ. അപ്പം ഇതാരും കയ്യിൽ അലമാരയ്ക്കകത്ത് പണം സൂക്ഷിച്ചു വെച്ചിട്ടല്ലല്ലോ നെൽകൃഷിയിലേക്ക് പോകുന്നത്. ഇതെവിടുന്നെങ്കിലുമൊക്കെ പലിശയ്ക്ക് എടുത്തിട്ടാണ്, വ്യക്തി വായ്പയിൽ നിന്നാണ് ഇതെടുക്കുന്നത്. 4 മാസം എന്ന് പറയുമ്പോൾ 4 മാസത്തെ പലിശ കൂടെ അങ്ങ് മാറുകയല്ലേ. അപ്പോൾ ഇവരുടെ 35 രൂപ എന്ന് പറയുന്നത് പോലും കുറവാണ്. അപ്പോൾ അത് അവരുമായിട്ട് സംസാരിച്ച് അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള ശ്രമം അതൊരു വശത്ത്. ഇനി മാത്രമല്ല ഈ പിന്നെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെല്ലാം സാധ്യതകൾ നമുക്ക് തേടാൻ കഴിയും. ഇപ്പം നമ്മൾ വിഷൻ 2040 അവതരിപ്പിച്ചു. അതിന് അടുത്തൊരു ദിവസം അതുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു മാധ്യമ സമ്മേളനം ഉദ്ദേശിക്കുന്നുണ്ട്. അന്നേരം വിശദാംശങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ഒരു ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. 2026 വരെയുള്ള പീരീഡിലേക്കുള്ള കാര്യങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 31 വരെയുള്ള കാലാവധിയല്ല. 2040 ലോക ഭൂപടത്തിൽ നമ്മളങ്ങനെ പാലക്കാടിനെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ആ ശ്രമങ്ങളാണ് നമുക്ക് ആവശ്യം. ഇതൊരു കണ്ടിന്യൂറ്റി അല്ലേ. ഒരു MLA ഒരു ടെന്യൂർ അവസാനിക്കുമ്പോൾ തുടങ്ങുമ്പോൾ ആരംഭിക്കുകയും അവസാനിക്കുമ്പോൾ പൂർത്തിയാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളല്ല. 2040 ലോക ഭൂപടത്തിൽ നിങ്ങൾ പാലക്കാടിനെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു, ആ വീക്ഷണമാണ് നമുക്ക് വേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ധാരാളം കർഷകരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാഡി ടൂറിസം വലിയ സാധ്യതയല്ലേ. ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആളുകൾ വരട്ടെ. നമ്മുടെ ഇപ്പോൾ പാലക്കാടെന്ന് പറയുമ്പോൾ മലമ്പുഴ ഡാമോ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങൾ മാത്രം കാണുന്നതിനപ്പുറം നമ്മുടെ പാടശേഖരങ്ങളുടെ സൗന്ദര്യം കൂടി ആളുകൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ആസ്വദിച്ചിട്ട് പോകട്ടെ. കഴിഞ്ഞ ദിവസം ടൂറിസം മന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പം അത്തരം ചില കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തോട് പരാമർശിച്ചു. അദ്ദേഹം അതിനോട് പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൂടെ പറയണമല്ലോ. അപ്പം അതൊരു വലിയ സാധ്യതയാണ് പാലക്കാടിന്. അതൊരു അധിക വരുമാനമാണ്, ഇതിൽ നിന്ന് കിട്ടുന്നൊരു സർപ്ലസ് വരുമാനമാണ്. അത്തരം സാധ്യതകൾ കൂടി കൃഷിയിൽ ഏർപ്പെടുന്ന ആളുകൾ നെല്ല് വിറ്റ് കിട്ടുന്ന പണം മാത്രമല്ല, മറ്റുള്ള വരുമാന മാർഗ്ഗങ്ങൾ കൂടി തേടാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ ഉറപ്പായിട്ടുണ്ടാകും.